ഇന്ന് നമ്മൾ പുതിയൊരു ടെക്സ്റ്റ് ആണ് എടുക്കുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. BSOC 110. ഓക്കെ, അതിന്റെ കോഡ് എന്ന് പറയുന്നത് BSOC 110 ആണ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് ഏകദേശം ഒരു 12 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. സാമൂഹിക വർഗീകരണം എന്നാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ അർത്ഥം കേട്ടോ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സാമൂഹിക വർഗീകരണമാണ്. സാമൂഹിക വർഗീകരണം എന്ന് പറയുന്നത് പല രീതിയിൽ ഉണ്ടാവും. ഒന്നെങ്കിൽ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സാമൂഹിക വർഗീകരണം നടത്താം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പണം അല്ലെങ്കിൽ നമുക്കുള്ള മണിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജാതിയുടെയും അതുപോലെ തന്നെ മതത്തിന്റെയും ഒക്കെ പേരിൽ നമുക്ക് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് എടുത്തോളുക. അതിൻ്റെ അകത്ത് ഇൻട്രൊഡക്സിങ് സ്ട്രാറ്റിഫിക്കേഷൻ ആണ് പറയുന്നത്. നമുക്ക് 12 ചാപ്റ്റേഴ്സ് ഉള്ളത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വിശദമായിട്ട് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അതായത് നമ്മുടെ മീനിങ് ആൻഡ് അപ്രോച്ചസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ മീനിങ്ങും അതിന്റെ അപ്രോച്ചസ്, വിവിധ തരത്തിലുള്ള അപ്രോച്ചസ് അല്ലെങ്കിൽ സമീപനങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു സാമൂഹിക വർഗീകരണമാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെ. അപ്പൊ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബ്ലോക്ക് 2 നമുക്ക് തിയറീസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. തിയറീസ് എന്ന് പറയുന്നത് തത്വങ്ങളാണ്. അപ്പോൾ വർഗീകരണത്തിന്റെ തത്വങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് മാർസിയൻ തിയറിയാണ്. അതായത് കാൾ മാർക്സും അതുപോലെ തന്നെ ആ കാൾ മാർക്സിന്റെ തിയറീസ് ആണ് മാർസിയൻ തിയറി എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. അടുത്തതെന്ന് പറയുന്നത് വെബേറിയൻ തിയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വെബേറിയൻ തിയറിയും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറിയാണ്. ഓക്കെ, അപ്പോൾ തിയറീസ് പ്രധാനമായിട്ട് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെയൊക്കെ ക്വസ്റ്റ്യൻസിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ചാണ് തിയറീസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ പ്രധാനമായിട്ട് തിയറീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ മാർസിയൻ തിയറി ഉണ്ട്, അതുപോലെ തന്നെ വെബേറിയൻ തിയറി ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. പിന്നെ ഉള്ളത് ഫങ്ഷണലിസ്റ്റ് തിയറിയാണ്. ഇനി ആട്രിബ്യൂഷണൽ ആൻഡ് ഇന്ററാക്ഷണൽ തിയറീസ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. ഇനി തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ക്ലാസ് ആൻഡ് കാസ്റ്റ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ക്ലാസ് ആൻഡ് കാസ്റ്റ് ആണ്. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? വർഗമാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും വർഗങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. പല വർഗത്തിൽപ്പെട്ട ആളുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ക്ലാസ്സിൽപ്പെട്ട ആളാണ്, ഇന്ന ക്ലാസ് ആണ്, അയാൾ ഇന്ന ക്ലാസ് ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ക്ലാസ് എന്താണെന്നാണ് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ കാസ്റ്റ്, ജാതി. അപ്പൊ ജാതി എന്താണെന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ക്ലാസും കാസ്റ്റും പ്രധാനപ്പെട്ടതാണ്. വർഗവും ജാതി എന്നാണ്. ക്ലാസ് എന്ന് പറയുന്നത് വർഗം, കാസ്റ്റ് എന്ന് പറഞ്ഞാല് ജാതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബ്ലോക്ക് 3 അടുത്തത് വന്നിരിക്കുന്ന റേസ് ആൻഡ് എത്നിസിറ്റി ആണ്. അതായത് റേസ് എന്ന് പറയുന്ന വംശം, അതുപോലെ തന്നെ എത്നിസിറ്റി എന്ന് പറയുന്നത് വംശീയത. ഇപ്പൊ ഇന്ന വംശത്തിൽപ്പെട്ട ആളാണ്, ഞാൻ ഇന്ന വംശത്തിൽപ്പെട്ട ആളാണെന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പല നാടുകളിലും വംശത്തിൽപ്പെട്ട ആളുകൾ, പല വംശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ റേസും ആൻഡ് എത്നിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ നിർണ്ണയിക്കുന്ന ചില പ്രധാന ഘടകങ്ങളിൽ പെട്ടവയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ജെൻഡറിങ് ഇൻഇക്വാലിറ്റീസ് ആണ്. ജെൻഡർ എന്ന് പറയുന്നത് ലിംഗമാണ്. ഇപ്പം ആൺകുട്ടി, പെൺകുട്ടി അങ്ങനെയുള്ള ജെൻഡർ എന്ന് പറയുന്നത് ആ ഒരു ബേസിസിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് ലിംഗമാണ്. ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത് അസമത്വമാണ്. അപ്പൊ അസമത്വം എന്ന് പറയുന്നത് തുല്യമല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ അസമത്വത്തിലാണ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ലിംഗ അസമത്വം എന്ന് പറയുന്നതും നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ചില സമൂഹങ്ങളിൽ ആൺകുട്ടികൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കാറുണ്ട്, ചില സമൂഹങ്ങളിൽ പെൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചില സമൂഹങ്ങളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തുല്യമായി കാണാറുണ്ട്. അപ്പോൾ ജെൻഡർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അതായത് ശിശു മരണങ്ങളൊക്കെ
കൂടുതലായിട്ട് സംഭവിക്കുന്നത് പെൺകുഞ്ഞുങ്ങളിലാണെന്ന് നമ്മൾ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ലിംഗ അസമത്വം വളരെ കൂടുതലാണ്. പെൺകുട്ടികൾക്ക് കൂടുതൽ സഹനങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഇന്നും ജെൻഡർ ഇൻഇക്വാളിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ വീടുകൾ തന്നെ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും, രാത്രിയിൽ പുറത്തു പോകാനോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ തീരുമാനിക്കാനൊന്നും പെൺകുട്ടികൾക്ക് അധികം ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവാറില്ല പലയിടത്തും. ഓക്കെ, അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കേരളത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിന് പുറത്ത്, അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വളരെ ഡെവലപ്പ് ആവാത്ത കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പെൺകുട്ടികളെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ഉന്നത പഠനത്തിന് അയക്കാതെ വീട്ടിൽ തന്നെ നിർത്തുന്ന ഒരു അവസ്ഥയാണ് പലയിടത്തും ഉള്ളത്. അതുപോലെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കുക എന്നൊക്കെ പറയുന്നത് പെൺകുട്ടികളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രായം 18 വയസ്സായാലേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പലയിടത്തും ഇന്നും ബാലവിവാഹങ്ങൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് വിവാഹം നടത്താറുണ്ട്. അപ്പൊ ജെൻഡർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനുശേഷം മൊബിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷനെ കുറിച്ചാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ ഒരു ടെക്സ്റ്റില്. കോൺസെപ്റ്റ് ഓൺ ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി, അതായത് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് സാമൂഹിക ചലനാത്മകതയാണ് കേട്ടോ. ഇപ്പൊ കോൺസെപ്റ്റ്സ്, അതായത് സോഷ്യൽ മൊബിലിറ്റിയുടെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. അതിന്റെ ഫാക്ടേഴ്സ്, സോഷ്യൽ മൊബിലിറ്റിയുടെ അല്ലെങ്കിൽ സാമൂഹിക ചലനാത്മകതയുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫോഴ്സസ് എന്തൊക്കെയാണെന്നാണ്. അടുത്തതെന്ന് പറയുന്നത് കൾച്ചർ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ. ഇപ്പം കൾച്ചർ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം നമ്മുടെ സമൂഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത് അത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ സാമൂഹിക വർഗീകരണം ഒക്കെ നടക്കുക. അപ്പൊ പണ്ട് കാലത്ത് സാമൂഹിക വർഗീകരണം വളരെ ഈസി ആയിട്ട് നടക്കുമായിരുന്നു. കാരണം നമുക്ക് ഡെവലപ്പ് ആയിട്ടുള്ള പല സാധനങ്ങളോ അല്ലെങ്കിൽ പല തൊഴിലുകളൊന്നും ഇല്ലായിരുന്നു. പലരും വേട്ടയാടുന്നവരും കൃഷി ചെയ്യുന്നവരും ഒക്കെ ആയിരുന്നു. അപ്പൊ അവിടെയുള്ള സാമൂഹിക വർഗീകരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരുന്നു. കാരണം വളരെ സങ്കീർണമായ ഘടകങ്ങളൊന്നും അവിടെ ഇല്ല അല്ലെ. പ്രത്യേകിച്ച് വംശത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഉള്ള തമ്മിത്തല്ലുകളൊന്നും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സാമൂഹിക വർഗീകരണം എന്ന് പറയുന്നത് ശക്തരായ ആളുകൾ അതുപോലെ തന്നെ അശക്തരായ ആളുകൾ ആ ഒരു രീതിയിൽ മാത്രമേ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് പോകും തോറും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ പല പല മേഖല, ഇപ്പൊ വ്യാപാരത്തിലാണെങ്കിലും വിപണനത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മൾ റോബോട്ടുകളെ വരെ നമ്മുടെ ജോലിയുടെ ഭാഗമാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഓക്കെ, അത്രയും ഓർത്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നതാണ് ഏകദേശം ഒരു ഓവർവ്യൂ. നമുക്ക് ഇതിനെ എല്ലാത്തിനെ കുറിച്ചും വിശദമായിട്ട് നമ്മൾ പഠിക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തോളുക. നമ്മൾ പറഞ്ഞു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സാമൂഹിക വർഗീകരണമാണ്. അപ്പോൾ അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സും മീനിങ്ങും അപ്രോച്ചസും ഒക്കെയാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ റാങ്ക്സ് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കാറ്റഗറീസ് ആസ് ഹയർ ഓർ ലോവർ. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് ഒറ്റ വാക്കിലൊക്കെ എഴുതാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് എഴുതി വെക്കുക. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിലെ ആളുകളെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ ഒന്നെങ്കിൽ മേൽത്തട്ടിലുള്ള ആളുകളായിട്ടോ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ആളുകളായിട്ടോ തിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമൂഹിക വർഗീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരംതിരിവാണ് ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ പ്രധാന പ്രത്യേകത എന്ന് ഓർത്തിരുന്നാൽ മതി. ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ സാമൂഹിക വർഗീകരണം നടത്താം. The social groups are ranked in terms of their relative position of the scales of percentage, privileges and wealth and power. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളാം. വെൽത്തിന്റെ കാര്യത്തിലും പവർ, വെൽത്ത് എന്ന് പറയുന്നത് സമ്പത്ത്, അതുപോലെ തന്നെ പവർ എന്ന് പറയുന്ന അധികാരം. അപ്പൊ പ്രിവിലേജസ് എന്നും ഒക്കെ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്താം. സോഷ്യൽ ഗ്രൂപ്പ്സ് ഹാവ് ascribed or innate qualities as well as qualities gained through their own accomplishment. അപ്പോൾ നമുക്ക് നമ്മുടെ
നമുക്ക് ജാതിയുടെ മതിൽ അല്ലെങ്കിൽ ഒന്നെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് കുറച്ച് ഒരു പ്രൈഡ് അല്ലെങ്കിൽ ഒരു നില അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ കുടുംബ പാരമ്പര്യം അല്ലെങ്കിൽ കുടുംബ മഹിമ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ കുടുംബ മഹിമയുടെ പേരിൽ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഉയർന്ന തട്ടിലേക്ക് മാറാനായിട്ട് സാധിക്കും. കാരണം അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ ഒരു നില അല്ലെങ്കിൽ അവരുടെ ഒരു അധ്വാനം കൊണ്ടുള്ള ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു പദവി നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അതെന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യം മുഖേന ലഭിക്കുന്ന ഒരു പദവിയാണ്. അല്ലാത്തതെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ പഠനമാകാം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ നല്ല ഗുണങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്ന രീതി, അതുപോലെ തന്നെ നമ്മൾ പെരുമാറുന്ന രീതി, അതൊക്കെ മൂലം നമുക്ക് ലഭിക്കുന്ന ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് നേടിയെടുക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് നേടിയെടുക്കുന്ന അധികാരത്തിന് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് നേടിയെടുക്കുന്ന സാമൂഹിക പദവിക്കാണ് കൂടുതൽ ബലം. കാരണം ഇന്ന് ചില ബ്രാഹ്മണ കുടുംബങ്ങൾ പഴയ കാലത്തെ തറവാടികളായിരുന്നു, ഇപ്പോൾ ക്ഷയിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ തന്നെ കഴിവ് കൊണ്ട് നേടിയെടുക്കുന്ന കാര്യങ്ങളിലേക്കാണ്. പ്രത്യേകിച്ച് IAS, IPS തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ വരുന്നത് ഇങ്ങനെ സ്വന്തം അധ്വാനം കൊണ്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പദവി എന്ന് പറയുന്നത് അവരുടെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പാരമ്പര്യം കൊണ്ട് ലഭിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുക്കുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക. As a historical process, social stratification emerged as a social institution of societies at a certain level of social evolution and social development. സോഷ്യൽ ഡെവലപ്മെന്റിന്റെയും സോഷ്യൽ ഇവല്യൂഷന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് നമുക്ക് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് വന്നത്. കാരണം പണ്ട് കാലഘട്ടത്തിൽ ഇത്രയും സങ്കീർണമായ തരംതിരിവുകളും സാമൂഹിക വർഗീകരണം ഒന്നും ഇല്ലായിരുന്നു. For example, the hunting and food gathering societies had individual level of social differentiation. A top hunter of shaman gained a higher status because of his personal qualities or skills, which society believed as mystical or divine in origin. Age and sex of the members also determined the ranking. അപ്പോൾ നമ്മുടെ പഴയ കാലത്ത് ഇത്രയും സങ്കീർണമായ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ല എന്നതിന്റെ തെളിവെന്ന് പറയുന്നത് പണ്ട് കാലഘട്ടത്തെയാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പുരാതന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആദ്യകാല മനുഷ്യരൊക്കെ ഒന്നെങ്കിൽ ഹണ്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ വേട്ടയാടുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവര് കൃഷി ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഹണ്ടിങ് ആണ് പ്രധാനമായിട്ട് അവരുടെ തൊഴിലായിരുന്നത്. അവര് വിശക്കുമ്പോൾ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അവരെ ഭക്ഷിച്ചിരുന്ന അതായിരുന്നു അവരുടെ ജീവിതമാർഗം. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് സങ്കീർണമായ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഏറ്റവും ശക്തനായ ആളെയാണ് അവർക്ക് ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഒരു ഉയർന്ന പദവി കൊടുക്കുക. ശക്തനായ ആള്, കൂടുതൽ നന്നായിട്ട് യുദ്ധം ചെയ്യുന്നയാള്, നല്ല രീതിയിൽ ആളുകളോട് പെരുമാറാൻ കഴിയുന്ന ആൾ, ആ രീതിയിലാണ് അവരവരുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഉയർന്ന ഒരു സ്ഥാനം അത്തരത്തിലുള്ള ആളുകൾക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ സെക്സും അതുപോലെ തന്നെ അവരുടെ പ്രായവും ഒക്കെ അവർക്ക് ഒരു ഉയർന്ന പദവി ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പണ്ട് കാലഘട്ടത്തിൽ നൽകിയിരുന്നു. ഇന്നാണ് അത് പദവിയുടെയും അതുപോലെ തന്നെ പവറിന്റെയും വെൽത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് ആ രീതിയിൽ വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി ഇവല്യൂഷണറി പ്രോസസ് ആണ് പറയുന്നത്, അതായത് പരിണാമ കാലഘട്ടം അല്ലെങ്കിൽ പരിണാമ പ്രക്രിയനെ കുറിച്ച്. അപ്പോൾ പരിണാമ പ്രക്രിയ എന്ന് പറയുന്നത് അന്നത്തെ സമൂഹത്തിൽ നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയായിരുന്നു, ആ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ നിന്ന് ഇന്നത്തെ സമൂഹത്തിലേക്കുള്ള ഒരു ഡിഫറൻസ് ആണ് കേട്ടോ ഇവിടെ പരിണാമ പ്രക്രിയ അല്ലെങ്കിൽ എവല്യൂഷണറി പ്രോസസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മുടെ ആദ്യകാല മനുഷ്യര് ഇന്നത്തെ മനുഷ്യരായി തീർന്ന ആ ഒരു പരിണാമ പ്രക്രിയ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. Okay, നമുക്ക് social stratification evolved with the changes in the basic technologies of production, innovation in agriculture and animal husbandry lead to development of more complex technologies and settled forms of community life. Economics gathered economic surplus and accumulation of wealth. Exchange of commodities started to happen on a large scale. Various tools of exchange were also invented. With the division of labor, specialization tools emerged. The rural and urban centers also come into existence. The complexity of the social structure lead to more
ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഓക്കെ, അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ നമ്മൾ ഒരുപാട് രീതിയിൽ മാറ്റങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു അല്ലെ. നമ്മൾ ആ ഒരു ഹണ്ടിങ്ങിൽ നിന്ന് നമ്മൾ കൃഷി ആരംഭിച്ചു. കൃഷിയിൽ നിന്ന് കൂടുതൽ ഉണ്ടാകുന്ന വിഭവങ്ങൾ നമ്മൾ വിപണനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വാണിജ്യത്തിന് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ക്രമേണ ഒരു സമൂഹമായി മാറി. പ്രത്യേകിച്ച് നഗരങ്ങൾ രൂപപ്പെട്ടു, അതുപോലെ തന്നെ ഗ്രാമങ്ങൾ നഗരങ്ങൾ രൂപപ്പെട്ടു, പ്രത്യേകിച്ച് വാഹന സൗകര്യങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉടലെടുത്തു. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ റോബോട്ടിക് സംവിധാനം വരെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നത്തെ കാലഘട്ടത്തിലെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ വളരെ സങ്കീർണവുമാണ്. അപ്പൊ ആ ഒരു കാലഘട്ടം, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴുള്ള മാറ്റങ്ങളാണെന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് വാണിജ്യ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ വാണിജ്യ സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ പല പല യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു, പ്രത്യേകിച്ച് വാഹനങ്ങൾ, അതുപോലെ തന്നെ പ്രിന്റിംഗ് മെഷീനും, അതുപോലെ തുണി നെയ്യാനുള്ള മെഷീൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. അതുകൂടാതെ ഇപ്പം നമ്മൾ വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് തൊഴിലാളികൾ നഗരപ്രദേശങ്ങളിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ നിയമിക്കാൻ തുടങ്ങി. അതായത് പണ്ട് കാലഘട്ടത്തിൽ ഒരാള് ഇപ്പൊ ഒരു വാച്ച് നിർമ്മിക്കുകയാണെങ്കിൽ അയാള് വാച്ചിന്റെ എല്ലാ പ്രോസസ്സിങ്ങിലും അയാൾ തന്നെയായിരിക്കും ഇൻവോൾവ് ആവുക. അതായത് അതിന്റെ വാറാണെങ്കിലും അതിന്റെ സൂചികൾ, അതിന്റെ ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം അയാൾ തന്നെയായിരിക്കും, ഒരാൾ തന്നെയായിരിക്കും നിർവഹിക്കുക. പക്ഷെ സ്പെഷ്യലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഒരു വാച്ച് നിർമ്മിക്കുകയാണെങ്കിൽ ആ വാച്ചിന്റെ ബാറ്ററി നിർമ്മിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിന്റെ സൂചികൾ ഘടിപ്പിക്കുന്ന ഒരാള്, അങ്ങനെ ഓരോ ജോലിക്കും ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് നിയമിക്കുക. അപ്പൊ ആ ഒരു സ്പെഷ്യലൈസേഷൻ ഒക്കെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് കാരണമായിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത് സങ്കീർണമാക്കാനായിട്ട് ഇടയാക്കിയിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. 3 മേജർ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആർ സ്റ്റാറ്റസ്, വെൽത്ത് ആൻഡ് പവർ. ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ, കാരണം കഴിഞ്ഞ എക്സാംസിനൊക്കെ ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ സ്റ്റാറ്റസും വെൽത്തും അതുപോലെ പവറും പ്രധാനപ്പെട്ടതാണ്. മൂന്നും അണ്ടർലൈൻ ചെയ്തോളുക. അപ്പൊ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. Status means ranking of groups based on their relative position in terms of honor or respect. അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരാളുടെ സമൂഹത്തിലുള്ള പദവിയെയും അതുപോലെ തന്നെ അവരുടെ റെസ്പെക്റ്റിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടും അല്ലെ. ഒന്നെങ്കിൽ ജാതി മഹിമ അല്ലെങ്കിൽ കുടുംബ മഹിമ, ആ രീതിയിൽ നമുക്ക് സ്റ്റാറ്റസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന്റെ രീതിയിൽ, പഠനം നല്ല മിടുക്കരായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉയർന്ന ജോലിയൊക്കെ ലഭിക്കും. ആ ജോലിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉയർന്ന ഒരു സ്റ്റാറ്റസ് നമുക്ക് സമൂഹത്തിൽ ലഭിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് താഴ്ന്ന വിഭാഗങ്ങളിൽ നിന്ന് IAS IPS ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള IPS IAS ഉദ്യോഗസ്ഥർക്ക് അവരുടേതായ ഒരു സാമൂഹിക പദവി നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ സ്റ്റാറ്റസ് ഒന്നെങ്കിൽ പാരമ്പര്യമായിട്ടും അതുപോലെ തന്നെ ഒന്നെങ്കിൽ നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് ലഭിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. Honor is a equivalent attribute which as group enjoys by birth. Attribute which is inherited by birth is ascribed as cannot be gained by effort. അപ്പോൾ ബൈ ബർത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്റ്റാറ്റസ് ഉണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ആർജിച്ചെടുക്കാൻ കഴിയാത്ത ഒരു ഘടകമാണ് ആ തരത്തിലുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് ജന്മം കൊണ്ട് ലഭിക്കുന്ന കഴിവുകൾ അല്ലെങ്കിൽ ജന്മം കൊണ്ട് ലഭിക്കുന്ന മഹിമ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒന്ന് ആർജിച്ചെടുക്കാൻ സാധിക്കില്ല. അതൊന്ന് ഓർത്ത് മനസ്സിലാക്കിയാൽ മതി. ഇനി ദ സ്റ്റാറ്റസ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ is also called as a principle of ascription. Caste is India is an example of status groups. These are mainly based on values and beliefs. അപ്പോൾ സ്റ്റാറ്റസിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ ജാതി വ്യവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിലെ ബൈ ബർത്തിൽ നമുക്ക് സ്റ്റാറ്റസ് ലഭിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു ഘടകമാണ്. ഇപ്പോൾ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുന്ന എന്താണ്? നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന ജോലി ലഭിച്ചാൽ ആ ഒരു കിട്ടുന്ന ഒരു ബഹുമാനം, എല്ലാവരിൽ നിന്ന് കിട്ടുന്ന ബഹുമാനം, ആ ഒരു ബഹുമാനം നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ ബൈ ബർത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു ഘടകം നമുക്ക് ആർജിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വാല്യൂസും ബിലീഫ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഘടകമാണ് എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി വെൽത്ത് ആണ് നമുക്കൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ആയിട്ട് ഇവിടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്താണ് അല്ലെ. അപ്പൊ സമ്പത്ത് എന്ന് പറയുന്നത് ഉയർന്ന സമ്പത്തുള്ള ആളുകളെ നമ്മൾ ഉയർന്ന ഒരു സാമൂഹിക പദവി കൊടുക്കും. അപ്പോൾ അതിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ അവർ ഉയർന്ന തട്ടിൽ തന്നെ ആയിരിക്കും വെൽത്ത് ഉള്ള ആളുകൾ അല്ലെങ്കിൽ നല്ല സമ്പത്തുള്ള ആളുകൾ. അപ്പോൾ നമുക്ക് വ്യവസായവൽക്കരണമൊക്കെ വന്നതിന് ശേഷമാണ് സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ
ഒരു സമൂഹത്തിൽ ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ നമുക്ക് ജന്മം കൊണ്ട് ലഭിക്കുന്ന ഒരു പദവിയായിരുന്നു സമൂഹത്തിൽ ഉയർന്ന തട്ടിൽ പോകാനുള്ള ഏക വഴി. പക്ഷേ വ്യവസായവൽക്കരണം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളിൽ, മിഡിൽ ആയിട്ടുള്ള ആളുകളിലൊക്കെ പണം വരാൻ തുടങ്ങി. അപ്പോൾ പണത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് ഉയർന്ന സാമൂഹിക പദവി ലഭിക്കാൻ തുടങ്ങി. ആ ഒന്ന് കാര്യം കൂടെ മനസ്സിലാക്കിയിരുന്നാൽ മതി. ചേഞ്ച് ഫ്രം ഹണ്ടിങ് ആൻഡ് ഫുഡിങ് generating economic to settle agriculture. Agriculture-based economy lead to development of manufacturing and industry. ഞാൻ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹണ്ടിങ് നടത്തി ഫുഡ് തികയാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അഗ്രികൾച്ചറിലേക്ക് ഇറങ്ങി. കാരണം നമ്മൾ വിതച്ചതേ കൊയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പോൾ നമ്മൾ ഹണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയും ആളുകള് ഒരു മൃഗങ്ങളെ വേട്ടയാടി നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരുന്നാൽ മൃഗങ്ങൾ തീർന്നു പോവുകയും അതുപോലെ തന്നെ നമ്മുടെ അടക്കാനായിട്ട് സാധിക്കാതെ വരും. അതുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ തികച്ചും വ്യത്യസ്തമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയത്. അവര് വിത്ത് പാകി അതിൽ നിന്ന് വിളവെടുക്കത്ത് അവർ ഭക്ഷണമാക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് അധികമായുള്ള വിളകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇൻഡസ്ട്രീസ് രൂപം കൊണ്ടത്. അപ്പോൾ ടെക്നോളജീസ് ഡെവലപ്ഡ് ലീഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി വിച്ച് ലീഡ് ടു എ more profit and wealth. The groups which had acquired more wealth and were ranked higher in society than groups which controlled less of it, or groups which had little or negligible assets of wealth. അപ്പോൾ വെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, വെൽത്ത് എന്ന് പറയുന്നത്, അതായത് സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പണ്ട് കാലത്തെ ആളുകൾ ഹണ്ടിങ്ങിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നമ്മുടെ കൃഷിയിലേക്ക് ഇറങ്ങുകയും അതിൽ നിന്നാണ് ഇൻഡസ്ട്രീസ് രൂപം കൊണ്ടത്. അപ്പോൾ ആ വ്യവസായങ്ങൾ രൂപപ്പെടാനായിട്ടും അതിന്റെ പ്രവർത്തന സുഗമമാക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആ കണ്ടുപിടുത്തങ്ങളിൽ നിന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് പണം വരാൻ തുടങ്ങിയത്. അപ്പോൾ ആ വെൽത്ത് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് പവർ ആണ്. പവർ empowers persons or groups to impose their will or on other groups by legitimate use of corrective method. Stat is an example of an institution which has maximum power. It has a sovereign authority to impose its will on citizens of the society. When power is institutionalized in society, it becomes authority. Power as a principle also enters into a nation of social stratification when its functions or its social ramifications start to be influenced by the political process in society, and when state starts to take more active or direct role in influencing the social stratification principles. അപ്പോൾ പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നതും ഒക്കെ നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുടുംബമഹിമ ഉണ്ടെങ്കിൽ പോലും പവർ യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പവർ എന്ന് പറയുന്നതും നമ്മുടെ രാഷ്ട്രീയത്തെ ഒക്കെ സംബന്ധപ്പെട്ട ഒരു ഘടകമാണ് പവർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പഠിച്ചു നേടുന്ന പവറുണ്ട്, പ്രത്യേകിച്ച് IAS IPS ഒക്കെ നമ്മൾ പഠനം കൊണ്ട് നേടുന്ന പവറുകളാണ്. പക്ഷേ നമ്മൾ മന്ത്രിമാര് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിലുള്ള കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിക്കും ഒക്കെ അവരുടേതായ ഒരു പവർ ഉണ്ട് അല്ലെ. അവർക്ക് രാജ്യത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ള ഒരു പവർ നമ്മുടെ പല ആളുകൾക്കും ഉണ്ട്. അപ്പോൾ ഈ പവറിന്റെ ബേസിൽ നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്താറുണ്ട് കേട്ടോ. ആ രീതിയിലും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. ഇത് നമുക്ക് കഴിഞ്ഞ എക്സാമിന് വന്ന് കണ്ടിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പൊ ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പല രീതിയിലാണ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏജ് സെറ്റ് സിസ്റ്റം ആണ്. അതായത് പണ്ട് കാലത്ത് ഏജിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടന്നിരുന്നു. കാരണം ആയവർക്ക് അതിൽ ഉയർന്ന ഒരു കുടുംബത്തിൽ ഉയർന്ന സ്ഥാനം നൽകുകയും അവരെ ബഹുമാനിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെയാണ് ഏജ് സെറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെന്ന് പറയുന്നത് സ്ലേവ് സിസ്റ്റം ആണ്. അപ്പൊ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ സ്ലേവ് സിസ്റ്റം എന്ന് പറയുന്നത് അടിമകളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഒരു സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്നും ഒക്കെ ആളുകളെ വിൽപ്പന ചരക്കായിട്ട് അവരെ വിറ്റിട്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ കൊണ്ടുപോയി അവരെ വിറ്റ് അവരെ അടിമകളാക്കി നിലനിർത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരു ചില പിക്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മനുഷ്യരെ തന്നെ ഇങ്ങനെ കയ്യും കാലും എല്ലാം കെട്ടിയിട്ടിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നീചമായ കുറച്ച് സംവിധാനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിയത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ
ഏകദേശം 1831 65 1865 ആയ കാലഘട്ടത്തിലാണ് ഏകദേശം ആ ഒരു അടിമ കച്ചവടത്തിന് അല്ലെങ്കിൽ മനുഷ്യ അടിമകളാക്കി വിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഒരു മോചനമൊക്കെ നമുക്ക് നേടിക്കിട്ടിയത്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ എസ്റ്റേറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും എസ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞ്. ഇപ്പോൾ 3 എസ്റ്റേറ്റുകൾ ഉണ്ടാവുന്നു, 4 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു യൂറോപ്യൻ കൺട്രീസിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രഭുക്കന്മാരുടേതും അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ അങ്ങനെയുള്ള ഒരു എസ്റ്റേറ്റ് സിസ്റ്റം ഒക്കെ നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പായിട്ട് നിലനിന്നിരുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം ആണ്. കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ജാതിയാണ്. അപ്പൊ ജാതി വ്യവസ്ഥയൊക്കെ കൂടുതൽ നിലനിന്നത് നമ്മുടെ കേരളത്തിലും അതുപോലെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നതും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഒരു ടൈപ്പ് ആയിരുന്നു. ഇനി ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നതും ക്ലാസ് എന്ന് പറയുന്ന വർഗമാണ്. അപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ജന്മം കൊണ്ടല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ക്ലാസ് എന്ന് പറയുന്നത്. ഒരേ സാമ്പത്തിക ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെയൊക്കെ ഒരു ക്ലാസ്സുകളായിട്ട് വർഗ്ഗങ്ങളായിട്ട് തിരിക്കാറുണ്ട്. അപ്പൊ ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നതും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട ടൈപ്പാണ്. അടുത്തതെന്ന് പറയുന്നത് റേസ് ആൻഡ് എത്നിസിറ്റി ആണ്. അപ്പൊ വംശവും വംശീയതയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ. ഓക്കെ, അപ്പൊ സം ഓഫ് ദീസ് സിസ്റ്റംസ് ഹാവ് ഫ്ലെക്സിബിലിറ്റി regarding social mobility from one stratum to another. Other have little or no mobility out of a stratum. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ചലനാത്മകമായ ഒരു ഘടകമാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ഒരുപാട് ചലനാത്മകമായ മാറ്റങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അടിമ സമ്പ്രദായമൊക്കെ നിർത്തലാക്കി, അതുപോലെ തന്നെ കാസ്റ്റ് ഒക്കെ ജാതി പറയരുത്, ജാതി ചോദിക്കരുത് എന്നുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെ നമ്മൾ വന്നിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ സോഷ്യൽ മൊബിലൈസേഷൻ എന്നൊക്കെ അല്ലെങ്കിൽ സാമൂഹിക ചലനാത്മകതയൊക്കെ ഈ ഒരു ടൈപ്പുകളിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ആദ്യത്തെ എന്ന് പറയുന്നത് ഇപ്പം ടൈപ്പ് 1 എന്ന് പറയുന്നത് ദ ഏജ് സെറ്റ് സിസ്റ്റം ആണ്. ഇൻ ദ ഏജ് സെറ്റ് സിസ്റ്റം ദ റാങ്ക്സ് ആർ ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏജ്. അടയാളപ്പെടുത്തി വെച്ചോളൂ. ഏജിന്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിങ്ങിനെയാണ് നമ്മൾ ഒരു ഏജ് സെറ്റ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. All the persons born within a range of number of years belong to one set. Each person belongs to an age set to which he remains attached throughout his life. Along with the other members, he moves to the next age set. The age set is these societies determine their social organization. This type of stratification is a characteristics of certain set African societies. അടയാളപ്പെടുത്തി വെച്ചോളാം. ഈ ഏജ് സെറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ നിലനിന്ന് പോരുന്ന ഒരു സാമൂഹിക വർഗീകരണമാണ്. കാരണം ഒരു ഏജ് സെറ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ നമ്മൾ കൗമാരക്കാര് അല്ലെങ്കിൽ ബാലന്മാര്, ബാലികകള് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതായത് നമ്മള് ചൈൽഡ്, അതുപോലെ തന്നെ നമ്മള് അഡൽട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേർതിരിക്കാറുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഏജ് സെറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. ഒരു കാലഘട്ടം വരെ ഇപ്പൊ 10 തൊട്ട് 15 വയസ്സ് വരെയുള്ള ഒരു കുട്ടികൾ ഒരു ഏജ് സെറ്റിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ 50 തൊട്ട് 60 വയസ്സ് വരെയുള്ള ആളുകൾ ഒരു സെറ്റിൽ ഉൾപ്പെടുന്നു. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഏജ് സെറ്റിംഗ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സാമൂഹിക വർഗീകരണത്തിന് അവർ ഉപയോഗിക്കുന്നത് ഈ ഒരു തരത്തിലുള്ള ഏജ് സെറ്റ് സിസ്റ്റം ആണ്. അതൊരു ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇനി സ്ലേവ് സിസ്റ്റം എന്ന് പറയുന്നത് ദ സ്ലേവ് സിസ്റ്റം അബോളിഷ്ഡ് ഇൻ 1833 by Britain and 1865 by USA was characterized by a higher degree of institutionalization. അപ്പോൾ ഈ ഒരു സ്ലേവ് സിസ്റ്റം ഒക്കെ നിർത്തലാക്കിയ ഒരു കാലഘട്ടം ഓർത്തോണം. 1833 ബ്രിട്ടനിൽ ഇത് നിർത്തലാക്കിയത്. 1865 USA ഇത് നിർത്തലാക്കി. Was characterized by a high degree of institutionalization based on economic inequality, with a system regarded certain groups of people without rights. In ancient slavery system prevalent in ancient Rome and Greece, slaves were foreign persons of war. In New World slavery system based on colonial expansion and a racist ideology, the slave was the master's property and had no political and social rights. The slave has completed to work. Continued opposition of the slave system by educated and enlightened public in general and the anti-slavery struggles organized by the slaves themselves lead to decline of the system. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ലേവറി സിസ്റ്റം ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു.
പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രികളിൽ നിന്ന് ആളുകളെ അടിമകളാക്കി വിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഒരു പ്രയാസം നിറഞ്ഞായിരുന്നു. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ തന്നെ വിൽപ്പന ചരക്കാക്കുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്കത് കാണാൻ തന്നെ ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ സ്ലേവ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അടിമകൾ എന്ന് പറയുന്ന ആളുകൾക്ക് യാതൊരു അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇവരെ സ്വന്തമാക്കുന്ന, പണം കൊടുത്ത് ഇവരെ സ്വന്തമാക്കുന്ന ആളുകൾക്ക് അവരുടേതായ എന്ത് കാര്യം വേണമെങ്കിലും ഇവരെ കൊണ്ട് ചെയ്യിക്കാമായിരുന്നു. കാരണം വേണമെങ്കിൽ അടിക്കാം, ഇടിക്കാം, തൊഴിക്കാം, അതുപോലെ തന്നെ എന്ത് വൃത്തിയുടെ ജോലി വേണമെങ്കിലും ഇവരെ കൊണ്ട് ചെയ്യിക്കാം. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ഈ സ്ലേവറി സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര താഴേക്കിടയിലുള്ള ആളുകളായിരിക്കും ഈ പ്രത്യേകിച്ച് ഈ സ്ലേവ്സ് ആയിട്ട് പോവുക. പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രീസിലെ ഒരുപാട് ദരിദ്രരായ ആളുകളിൽ തങ്ങളെ തന്നെ വിൽപ്പന ചരക്കാക്കാനായിട്ട് നിർബന്ധിതരാവുകയും ആ ഒരു പണം കൊണ്ട് തങ്ങളുടെ കുടുംബത്തിൽ ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാൻ സാധിക്കട്ടെ എന്നോർത്ത് സ്വയം വിൽപ്പന ചരക്കാകാനായിട്ട് തയ്യാറാവുകയൊക്കെ ചെയ്യും. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമായിരുന്നു. അപ്പോൾ ഒരു സ്ലേവ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു ഘടകമാണ്. ഉയർന്ന ആളുകൾ, അതുപോലെ തന്നെ സ്ലേവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിമകളായിട്ടുള്ള ആളുകൾ, ആ ഒരു രീതിയിൽ ആളുകളെ തരംതിരിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തരംതിരിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വെക്കുക, സ്ലേവ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു യജമാന്റെ ഉടമയുടെ ഒരു അടിമയായിട്ട്, അല്ലെങ്കിൽ ഉടമയുടെ അവകാശമാണ് തന്റെ അടിമ എന്നുള്ള രീതിയിലായിരുന്നു അവർ പെരുമാറിയിരുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകൾ അടിമകൾക്ക് സഹിക്കേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് നീചമായ കാര്യങ്ങൾ വേണമെങ്കിലും അവരെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. അതുപോലെ തന്നെ അവർക്ക് പല രീതിയിലുള്ള അവകാശങ്ങളും നിഷേധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്കുള്ള എല്ലാ അവകാശങ്ങളും അവർക്കും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സ്ലേവറി സിസ്റ്റത്തിൽ അങ്ങനെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അത് ഓർത്ത് വെക്കുക. പിന്നെ എസ്റ്റേറ്റ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. ദ എസ്റ്റേറ്റ് സിസ്റ്റം റാങ്ക്ഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ ടേംസ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ്. അടയാളപ്പെടുത്തി വെച്ചോളുക. നമ്മുടെ ഓണർഷിപ്പ്, ലാൻഡിന്റെ ഓണർഷിപ്പ് അടിസ്ഥാനത്തിലാണ് എസ്റ്റേറ്റ് സിസ്റ്റം നിലനിൽക്കുന്നത്. ഇപ്പൊ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലെ. ഒരു ഭാഗം ഭൂമിയുടെയാണ് നമ്മൾ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു പരന്നു കിടക്കുന്ന ഒരു ഏക്കർ കണക്കിനോളം സ്ഥലത്തെ നമ്മൾ എസ്റ്റേറ്റ് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോൾ ഈ എസ്റ്റേറ്റ് സിസ്റ്റത്തിലെ സോഷ്യൽ ഗ്രൂപ്പ്സിനെ എസ്റ്റേറ്റിനായിട്ട് നിയമിക്കുന്നത് അവരുടെ കൈവശമുള്ള ഭൂമിയുടെ അളവ് വെച്ചിട്ടാണ്. It was also characterized by hereditary transmission of social position. This type of social stratification was there in feudal societies of medieval Europe. മെഡീവൽ യൂറോപ്പിലാണ് ഈ ഒരു എസ്റ്റേറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു എസ്റ്റേറ്റ് സിസ്റ്റം ഭൂമിയുടെ അളവ് വെച്ചിട്ടാണ്, ഭൂമിയുടെ ഉടമസ്ഥയിലുള്ള അളവ് വെച്ചിട്ടാണ് എസ്റ്റേറ്റ് സിസ്റ്റം നിലനിൽക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ ഒരു സിസ്റ്റം പാരമ്പര്യമായിട്ട് ലഭിക്കാറുണ്ട്. കാരണം നമ്മുടെ കുടുംബസ്വത്ത് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുമ്പോൾ ആ ഒരു എസ്റ്റേറ്റ് പദവി നമുക്കും പാരമ്പര്യമായിട്ട് ലഭിക്കും. അപ്പോൾ ആ രീതിയിൽ ഇത് പാരമ്പര്യമായിട്ട് ലഭിക്കാറുണ്ടെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ദ ഹയറാർക്കി ഓഫ് സോഷ്യൽ സ്ട്രാറ്റ ഇൻ ദിസ് സിസ്റ്റം ഈസ് distinguished and rigidly set from one another by law and custom. The royal family and a hereditary military aristocracy, who were the labor landholders, existed at the top of the system, and priesthood of clergy allied with the nobility were at a par with the nobility. അതായത് നമുക്കറിയാം നമ്മുടെ പ്രൈസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് വൈദികരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാർക്കൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഉയർന്ന പദവി ലഭിച്ചിരുന്നു. കാരണം ഇന്ത്യയിലൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ രാജാക്കന്മാരൊക്കെ അവരുടെ മതപരമായ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ പുരോഹിതന്മാരെ സമീപിച്ചിരുന്നു. അവർക്ക് ബ്രാഹ്മണന്മാരായ പുരോഹിതന്മാർക്ക് ഒരുപാട് സ്വത്തുക്കളൊക്കെ രാജാക്കന്മാർ ദാനം നൽകിയിരുന്നു. അപ്പൊ ആ രീതിയിൽ പുരോഹിതന്മാർക്ക് ഒരുപാട് സ്വത്തുക്കളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അവര് ഉയർന്ന പദവിയിൽ നിലനിന്നു. അതുപോലെ തന്നെ പ്രഭുക്കന്മാര് ഉയർന്ന പദവിയിൽ നിലകൊണ്ടിരുന്നു. അതുപോലെ തന്നെ രാജാക്കന്മാരും കാര്യങ്ങളും എല്ലാം ഉയർന്ന പദവി, എസ്റ്റേറ്റിന് ഉയർന്ന തട്ടിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമുള്ള തട്ടിലാണ് സാധാരണക്കാരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തൊഴിലാളികളായിട്ടുള്ള ആളുകളൊക്കെ, ആ സാധാരണക്കാരായ ആളുകളൊക്കെ അതിന്റെ താഴെത്തട്ടിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് അടിമകളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ രീതിയിൽ മെഡീവൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് എസ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തതെന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റമാണ്. കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സാമൂഹിക വർഗീകരണം എങ്ങനെയാണ് നടത്തിയിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. Indian caste system has closed social groups arranged in a fixed hierarchical order of superiority and inferiority. It represents
The most rigid type of social stratification in terms of ascribed and socially accepted stratification, it is uniquely linked with the agrarian society and the urban communities of India. The caste system has the follow attributes. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം പ്രധാനമായിട്ടും ഇന്ത്യയിലാണ് നിലനിന്നിരുന്നുള്ള കാര്യം അടയാളപ്പെടുത്തി വെക്കുക. അതുപോലെ തന്നെ ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ അവരൊരു ഹയറാർക്കി, അതായത് ഒരു ജാതി ശ്രേണി നിലനിർത്തിയിരുന്നു. ആ ജാതി ശ്രേണിയിൽ നിന്ന് ഒരാൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. കാരണം കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ബൈ ബർത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് അല്ലെ. നമ്മളെല്ലാം ജനിച്ചത് ഇന്ന ഒരു കാസ്റ്റിലാണ് അല്ലെങ്കിൽ ഇന്ന ഒരു ജാതിയിലാണ്, മതത്തിലാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ മതം എന്ന് പറയുന്നത് വളരെ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സ്ഥിരമായിട്ടൊരു ഘടകമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ദ മെമ്പർഷിപ്പ് ഹെറിഡിറ്റി ആൻഡ് ഫിക്സ്ഡ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. ആ ഈ ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, കാസ്റ്റിലുള്ള ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അത് അവരുടെ ഹെറിഡിറ്ററി ആണ്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന, അതുപോലെ തന്നെ അത് ഫിക്സ് ആണ്, നമുക്ക് മാറ്റാൻ സാധിക്കാത്ത ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിലുള്ള ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈച്ച് കാസ്റ്റ് ഈസ് ആൻ എൻഡോഗമസ് ഗ്രൂപ്പ്. അതൊന്നും അടപ്പെടുത്തി വെച്ചോളുക. ഓരോ കാസ്റ്റും അവരുടെ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കാസ്റ്റിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാനായിട്ട് അവരെ അനുവദിച്ചിരുന്നുള്ളൂ. കാരണം ജാതിയിൽ മറ്റു ജാതികാരമായി വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങള് വേറൊരു ജാതിയായി അല്ലെങ്കിൽ ഉയർന്ന ജാതിയിലേക്ക് മാറ്റപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അവര് സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാനായിട്ട് അനുവദിച്ചിരുന്നുള്ളൂ. അല്ലാത്ത വിവാഹങ്ങളൊക്കെ അവര് നിരോധിച്ചിരുന്നു. അതുപോലെ തന്നെ അങ്ങനെയുള്ള വിവാഹം കഴിച്ചിരുന്ന ആളുകളെ വധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ജാതി കൊല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടി മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു ആൺകുട്ടീനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അവരെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആൺകുട്ടീനെ വധിക്കുകയോ അല്ലെങ്കിൽ പെൺകുട്ടീനെ വധിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജാതി കൊല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലഘട്ടത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ ഇത്തരത്തിൽ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവര് സ്വന്തം ജാതിയിൽ നിന്നുള്ള വിവാഹങ്ങളെ അനുവദിച്ചിരുന്നുള്ളൂ. ഇനി സോഷ്യൽ ഡിസ്റ്റൻസ് ഈസ് എൻകറേജ്ഡ് ബൈ ദ റെസ്ട്രിക്ഷൻസ് ഓഫ് കോൺട്രാക്ട്സ് ആൻഡ് കമൻസ്ലി വിത്ത് മെമ്പേഴ്സ് ഓഫ് അതർ കാസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ആ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാലമായിരുന്നു അന്നുണ്ടായിരുന്നത്. കാസ്റ്റ് സിസ്റ്റത്തിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ പോകുന്ന വഴിയിൽ കൂടെ അവർക്ക് ഒരിക്കലും നടക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അവര് മണിയടിച്ചും ഒക്കെ ആണ് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ നടന്നിരുന്നത്. അപ്പോൾ ആ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ താഴ്ന്ന ജാതിക്കാര് ആ വഴിയിൽ നിന്ന് ദൂരെ മാറി നിൽക്കണമായിരുന്നു. അങ്ങനെ മാറി നിന്നില്ലെങ്കിൽ ഒരുപാട് ക്രൂരമായ ശിക്ഷകളൊക്കെ അവർ നേരിടേണ്ടി വന്നിരുന്നു. അപ്പൊ ആ രീതിയിൽ സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഇനി കാസ്റ്റ് കോൺഷ്യസ്നസ് ഈസ് സ്ട്രെസ്ഡ് ബൈ കാസ്റ്റ് നെയിംസ് ആൻഡ് ബൈ കൺഫോമിറ്റി ടു ദ പർട്ടിക്കുലർ കസ്റ്റംസ് ഓഫ് ദ പർട്ടിക്കുലർ കാസ്റ്റ്. അതായത് ഓരോ കാസ്റ്റിനും അതുപോലെ ഉള്ള കസ്റ്റംസ് ഉണ്ടായിരുന്നു. അതായത് ഓരോ പാരമ്പര്യങ്ങളും ഓരോ രീതികളിലുള്ള ആചാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ആചാരങ്ങളൊക്കെ പാലിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. ഇനി ഒക്യുപേഷണൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജാതിക്കും ഓരോ പ്രത്യേക തൊഴിലുകൾ കൊടുത്തിരുന്നു അവര്. കാരണം ബ്രാഹ്മണന്മാർക്ക് അവര് കുട്ടികളെ പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ അവര് പൂജകൾ ചെയ്യുന്നവരും ഒക്കെ ആയിട്ടാണ് അവരെ കണക്കാക്കിയിരുന്നത്. മറ്റു ജോലികളൊന്നും ചെയ്യാനായിട്ട് അവർക്ക് അനുവാദമില്ലായിരുന്നു. അതുപോലെ തന്നെ മറ്റു ജോലികളൊന്നും അവർ ചെയ്യുകയുമില്ലായിരുന്നു. അതുപോലെ തന്നെ ക്ഷത്രിയ വംശത്തിൽപ്പെട്ട ആളുകളാണ് അടുത്ത ഒരു ജാതി വ്യവസ്ഥയിൽ ഇന്ത്യയിൽ വരിക. അപ്പൊ ക്ഷത്രിയ വംശത്തിൽപ്പെട്ട ആളുകൾക്ക് ഭരിക്കുക, അതുപോലെ തന്നെ ഭരണകാര്യങ്ങളിൽ ഇടപെടുക, യുദ്ധം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്ഷത്രിയരായ ആളുകൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒക്യുപ്പേഷൻ ഒക്കെ ആ തരത്തിലുള്ളതായിരുന്നു. അതിനുശേഷം വരുന്നതാണ് വൈശ്യര് എന്ന് പറയുന്നത് അവർ വ്യാപാരം ചെയ്യുന്ന ആളുകളായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വ്യാപാരം ചെയ്യുകയും പണം സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് വൈശ്യർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് വളരെ ഫിക്സഡ് ആയിരുന്നു. അവർക്ക് ആ ഒരു ഒക്യുപ്പേഷനിൽ നിന്ന് മാറാനായിട്ട് സാധിക്കുമായിരുന്നില്ല. പിന്നെയുള്ള ആളുകളാണ് ശുദ്രർ എന്ന് പറയുന്നത്. ഏറ്റവും താഴെത്തട്ടുള്ള ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെയുള്ള ആളുകളെയാണ് നമ്മൾ ശുദ്രർ എന്ന് പറയുന്നത്. ശുദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സ്വന്തം തീരുമാനം എടുക്കാനായിട്ട് അവകാശമില്ലായിരുന്നു. അവർ മറ്റുള്ളവരെ അടിമകളെ പോലെയാണ് അവര് പെരുമാറിയിരുന്നത് ശുദ്രരായിട്ടുള്ള ആളുകളോട്. അപ്പോൾ ബാക്കി 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും അടിമകളായിട്ടാണ് ഇവർ വർക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ശുദ്രമായ ഏറ്റവും വൃത്തികെട്ട ജോലികളൊക്കെ ഇവരെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. പ്രത്യേകിച്ച് അടിമ ജോലികളും അതുപോലെ തന്നെ ക്ലീനിങ് മറ്റു കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. അപ്പൊ ആ രീതിയിൽ ഓർത്തിരുന്നാൽ മതി. ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട ടൈപ്പാണ് ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക.
ഇനി അടുത്താണ് ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന്. Class system is based primarily on differences in wealth and income. The social classes and neither legally defined nor religiously sanctioned groups. These are relatively open groups considered by as the byproducts of the process of industrialization and urbanization throughout the world. അപ്പോൾ നമ്മളിപ്പോ പറയുന്നത് ക്ലാസ് സിസ്റ്റത്തെ കുറിച്ചാണ്. ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വർഗമാണ് അല്ലെ, ഒരു വർഗത്തിൽപ്പെട്ട ആളുകൾ. ഈ വർഗം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമുക്ക് നമ്മുടെ ജന്മം കൊണ്ട് ലഭിക്കുന്നതായിരിക്കണമെന്നില്ല. അത് നമ്മുടെ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജോലി കൊണ്ടോ നമുക്ക് ആർജിച്ചിട്ടുള്ള പണം കൊണ്ടോ ഒക്കെ നമുക്ക് ഒരു ക്ലാസ്സിൽ വിഭാഗത്തിൽ പെടാം. അപ്പോൾ ഈ ഒരു ക്ലാസ് വിഭാഗം ഉയർന്നു വരുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നല്ലോ, അതായത് വ്യവസായവൽക്കരണമൊക്കെ വന്നല്ലോ. വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ചെന്ന് അവര് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കൊരു പണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ പണത്തിൽ നിന്ന് അവരൊരു ക്ലാസ് ആയിട്ട് രൂപപ്പെട്ടു. അപ്പൊ ഈ നഗരപ്രദേശങ്ങളിൽ ഈ ഒരു ജാതി വ്യവസ്ഥയിലായിരിക്കില്ല ആളുകളെ കാണുന്നത്. പല ജാതിയിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി നഗരങ്ങളിൽ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ അവരുടേതായ ഒരു ക്ലാസ് സിസ്റ്റം രൂപപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ പ്രധാനമായിട്ട് ക്ലാസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് അതൊരു ബൈ ബർത്തിൽ ലഭിക്കുന്ന ഒരു ഘടകമല്ല. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ വഴിയാണ് ക്ലാസ് സിസ്റ്റം ഇത്രയും വ്യാപ്തി നേടിയത് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ വ്യവസായവൽക്കരണത്തിന്റെ ഫലമായിട്ട് ആളുകൾ തമ്മിൽ അവരുടെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലും അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിലും ഒക്കെ രൂപപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പായിട്ട് മനസ്സിലാക്കി ഇരുന്നാൽ മതി. The difference among the different classes are expressed in different lifestyles and thus different occupations, conceptions, patterns, different manners in terms of speech and dress sometimes differentiate these social groups. Class systems are characterized by social mobility, upward and downward, both intergeneralization and intra-generalization. According to Max Weber, wealth, power and lifestyle are crucial in determining the class. അടയാളപ്പെടുത്തി വെച്ചോളൂ. മാക്സ് വെബർ നമ്മുടെ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് അത് പവറിന്റെയും ലൈഫ് സ്റ്റൈലിന്റെയും അതുപോലെ തന്നെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ലാസ് നമ്മൾ നിശ്ചയിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്കും അത് അവരുടേതായ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, അവരുടേതായ ഒരു ഡ്രസ്സിംഗ് രീതി ഉണ്ടാവും. ആ രീതിയിലായിരിക്കും അവര് കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക. അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഹാവ് ആൻ അപ്പർ ആൻഡ് മിഡിൽ ആൻഡ് വർക്കിംഗ് ക്ലാസ്സസ്. അതും ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളാം. എല്ലാ സൊസൈറ്റിയിൽപ്പെട്ട ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിനും ഒരു അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ് അങ്ങനെയുള്ള ക്ലാസ്സുകളായിട്ട് അവരെ തിരിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് റേസ് ആൻഡ് എത്നിസിറ്റി ആണ്. നമ്മൾ പറയുന്നത് വംശവും വംശീയതയും. ഇപ്പൊ വംശത്തിൽപ്പെട്ട ആളുകളാണ്, വംശീയതയാണ്, അവരൊരു വംശീയ വിഭാഗമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഓവറായിട്ടുള്ള വംശീയത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പം എന്താണ് വംശം, അതുപോലെ തന്നെ വംശീയതയൊക്കെ എങ്ങനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിലേക്ക് നയിക്കുന്നതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. റേസ് ഈസ് എ ബയോളജിക്കൽ കോൺസെപ്റ്റ്. അടയാളപ്പെടുത്തി വെച്ചോളുക. വംശം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ കോൺസെപ്റ്റ് ആണ്, അതായത് ജീവശാസ്ത്രപരമായ ഒരു ഘടകമാണ്. അതായത് നമുക്ക് ബൈ ബർത്ത് ലഭിക്കുന്നതാണ് ഈ റേസ് എന്ന് പറയുന്നത്, വംശം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇന്ന വംശത്തിൽപ്പെട്ട ആളാണ് ഞാൻ, ഇന്ന രാജവംശത്തിൽപ്പെട്ട ആളാണ് ഞാൻ എന്നൊക്കെ ചില സിനിമകളിലൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ വംശം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ഒരിക്കലും ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് എത്രത്തോളം പണം ഉണ്ടെങ്കിലും, നമ്മൾ എത്രത്തോളം പ്രോഗ്രസ്ഡ് ആണെങ്കിലും, നമ്മൾ ഭയങ്കര എഡ്യൂക്കേഷണലി നല്ല രീതിയിൽ നിന്നെങ്കിലും നമുക്ക് ആ വംശം എന്ന് പറയുന്ന ഒരു ഘടകം നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റില്ല. അത് ബയോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളുക. It refers to a category of people who share certain inherited physical characteristics such as color of skin, type of hair, facial features, size of head, etc. അപ്പൊ ഇന്ന വംശത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അവർക്കൊരു ടൈപ്പ് ഓഫ് സ്കിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഹെയർ, ഫേഷ്യൽ ഫീച്ചേഴ്സ്, സൈസ്, അതൊക്കെ അവരുടെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അപ്പൊ അതൊക്കെയാണ് വംശം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക രീതിയാണ് അല്ലെ. നമ്മുടെ ഹെയർ ഒക്കെ, ഇന്ത്യയിലൊക്കെ ഉള്ള ആളുകളുടെ ഹെയർ ഒക്കെ ബ്ലാക്ക് ആയിരിക്കും. അതുപോലെ തന്നെ കണ്ണിലെ നിറം എന്ന് പറയുന്നത് മിക്ക ആളുകളുടെയും കറുപ്പായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഇരുണ്ട നിറമായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും നമ്മുടെ ബാക്കിയുള്ള ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് മിക്സഡ് ആയിട്ടുള്ള നിറങ്ങളാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ ഇരുണ്ട നിറങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ചൈനക്കാരെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഓരോ സ്പെഷ്യൽ ഒരു ഇതുണ്ട്. എല്ലാവരുടെ കണ്ണെല്ലാം ഇരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ, ഒരു
ചെറിയ രീതിയിൽ ചെറിയ കണ്ണുകളാണ് അവർക്ക്. അപ്പൊ അവരെ കണ്ടാൽ അറിയാം നേപ്പാള്, അതുപോലെ തന്നെ ചൈന, അങ്ങനെയുള്ള ആളുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു ചൈനക്കാരാണ്, അല്ലെങ്കിൽ അവർ വേറൊരു സ്ഥലത്ത് നിന്ന് വന്ന ആളുകളാണ് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നമുക്കൊരു അമേരിക്കക്കാരനെ കണ്ടാൽ മനസ്സിലാവും അല്ലെ, അവരൊരു യൂറോപ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്ന അവരുടെ സ്കിന്ന്, അവരുടെ ഹെയർ, അതുപോലെ തന്നെ അവരുടെ ഫേഷ്യൽ, അവരുടെ എക്സ്പ്രഷൻസ്, കാര്യങ്ങളൊക്കെ നമുക്ക് അവരിൽ നിന്ന് അവരുടെ വംശം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ആഫ്രിക്കക്കാരനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആഫ്രിക്കയിൽ ജനിച്ച ഒരാളാണ്, ഒരു ആഫ്രിക്കക്കാരനാണെന്ന് നമുക്ക് ആ ഒരു രൂപം കണ്ടാൽ, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഫേഷ്യൽ ആയിട്ടുള്ള അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. അവർ കുറച്ചുകൂടെ വലിയ ചുണ്ടുകള്, അവർക്ക് കുറച്ച് ചുരുണ്ട തലമുടി, അവർക്ക് ഇരുണ്ട നിറമായിരിക്കും, നല്ല ഇരുണ്ട നിറമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ കുറച്ചുകൂടെ നല്ല ആരോഗ്യമുള്ള ആളുകളായിരിക്കും അവര്. അങ്ങനെ രീതിയിൽ നമുക്ക് അവരുടെ ഫേസും അതുപോലെ തന്നെ ഹെയറും ഒക്കെ കണ്ടാൽ നമുക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് വംശം, അതുപോലെ തന്നെ വംശീയത എന്നൊക്കെ. വംശം എന്ന് പറയുന്നത് നമുക്ക് ബൈ ബർത്ത് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ബയോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? Thus, people are assigned to one race or another by public opinion, which is shaped by the society's dominant group instead of by any scientific basis in racist politics. For example, South Africa, physical and attributes are believed in intrinsically related to moral, intellectual and other non-physical attributes and abilities. അപ്പോൾ നമുക്ക് നമ്മുടെ ചില ആളുകളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ചില പ്രത്യേക പ്രദേശത്ത് നിന്ന് വരുന്ന ആളുകളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും, അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ വംശത്തിന്റെ പ്രത്യേകത കൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. കാരണം അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ രീതികളൊക്കെ വെച്ച് അവർക്ക് ആ ഒരു നേച്ചറുമായിട്ട് ഒത്തുപോകാനുള്ള ഒരു ശാരീരിക പ്രകൃതിയൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ആ രീതിയിലായിരിക്കും അവരുടെ വംശം നിർണ്ണയിക്കുക. അതൊന്ന് മനസ്സിലാക്കിയിട്ടാൽ മതി. ഇനി സം കോൺസെപ്ച്വൽ ആൻഡ് തിയറിറ്റിക്കൽ ഇഷ്യൂസ്, അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യമെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ ഓർഡർ ഗീവ്സ് റൈസ് ടു വേരിയസ് ഇഷ്യൂസ് അക്കോർഡിംഗ് ടു മാക്സ് വെബർ. 3 ഓർഡേഴ്സ് ഓഫ് society are the social and economic and the political. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ. The relationship between social stratification and social order gives rise to various issues according to Max Weber. 3 orders of society are the social and the economic and the political. The nature of the order of the society, he believed, makes the social stratification complex. The social order is based on honor and its institutional structures are influenced by it. It is located in the status group. Example included the institution of feudalism as aristocracy and the formation of different states in traditional European society. The caste social stratification in India has this principle. അപ്പോൾ നമ്മുടെ മാക്സ് വെബറിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം സൊസൈറ്റിനെ അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അദ്ദേഹം 3 രീതിയിലാണ് കാണുക. വെൽത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇക്കണോമിക്കിന്റെ അടിസ്ഥാനത്തിൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, ആ രീതിയിലാണ് അദ്ദേഹം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കാണുക. അതുപോലെ തന്നെ ദ സോഷ്യൽ ഓർഡർ ഈസ് ബേസ്ഡ് ഓൺ ഹോണർ ആൻഡ് ദ ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെയധികം പ്രോത്സാഹനം അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന കാര്യം കൂടെ. The caste is based on the principle of purity and pollution. Heredity, occupation and caste privileges of sanctioned forms of discriminations. അപ്പോൾ നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്യൂരിറ്റിയും പൊല്യൂഷനും എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാസ്റ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കേട്ടോ. കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജാതി വ്യവസ്ഥയാണ്. ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണന്മാര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര് എന്നിങ്ങനെ രീതിയിൽ നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്താറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ രീതിയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ മാക്സ് വെബർ പറയുന്നത് പ്യൂരിറ്റിയും അതുപോലെ തന്നെ പൊല്യൂഷനും ഒക്കെ നമ്മുടെ കാസ്റ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രിവിലേജസ് ഓഫ് സാങ്ഷൻഡ് ഫോംസ് ഓഫ് ഡിറ്റർമിനേഷൻ. The economic order depends on the normative principles of rationality and market situation. It reflects interest groups class according to Max Weber. It is a product of market situation. അപ്പൊ അത് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു ക്ലാസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ അല്ലേ, വർഗീകരണത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സ് വെബറിന്റെ അടിസ്ഥാനത്തിൽ മാക്സ് വെബർ പറയുന്ന അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ വ്യവസായവൽക്കരണത്തിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ക്ലാസ് സിസ്റ്റത്തെ അദ്ദേഹം കാണുന്നത്. അതായത് നമ്മൾ
അഗ്രികൾച്ചറിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വിൽക്കാനൊക്കെ ആരംഭിച്ചപ്പോൾ നമുക്ക് വ്യവസായവൽക്കരണം എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വന്ന് നഗരങ്ങളിൽ താമസം ഉറപ്പിച്ചു. അപ്പൊ ആ ഒരു നഗരങ്ങളിൽ താമസം ഉറപ്പിച്ച ആളുകൾ പല പല ക്ലാസ്സുകളായിട്ട് രൂപപ്പെടാൻ തുടങ്ങി. ആ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്തയെ അവർ മാറ്റിവെച്ചു. കാരണം കാസ്റ്റ് സിസ്റ്റം അനുസരിച്ച് ജാതിയിലുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള ഒരേ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ജാതിക്ക് ഒരു പ്രത്യേക തൊഴിലേ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വ്യവസായവൽക്കരണത്തിലെ ആളുകൾക്ക് പല ജോലികൾ ചെയ്യേണ്ടി വന്നു. പലതരത്തിലുള്ള പല ജാതിയിൽപ്പെട്ട ആളുകളുമായിട്ട് ഒത്തൊരുമിച്ച് കഴിയേണ്ടി വന്നു. അതായത് ഒരുമിച്ച് സമ്പർക്കത്തിൽ ഏർപ്പെട്ട് അവരുടെ ജോലിയിൽ ഒരുമിച്ച് ചെയ്യേണ്ടി വന്നത് കൊണ്ട് അവർ ആ ക്ലാസ് സിസ്റ്റം എന്നൊരു സിസ്റ്റത്തിലേക്ക് അവരവരുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ മാറ്റി. സാമൂഹിക വർഗീകരണത്തെ ഒരു ക്ലാസ്സിൽ എന്ന രീതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പൊ ക്ലാസ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ വെൽത്തും അതുപോലെ തന്നെ സ്റ്റാറ്റസും ഒക്കെയാണ് അവിടെ ഒരു ഘടകമായിട്ട് ഉണ്ടാവുക. കാരണം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഘടകം മുന്നിൽ കാണുക. പണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ആളുകളെ തരംതിരിക്കുന്നത്. അതുപോലെ ലൈഫ് സ്റ്റൈലിന്റെ അടിസ്ഥാനത്തിലും ഡ്രസ്സിംഗ് രീതിയുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവരവരുടെ ആളുകളെ തരംതിരിച്ച് കൊണ്ടുപോവുക. The political order is based on the purist of power. It makes institutional manifestation in the organized system of political parties and various associations which are organized to its acquisition. The political order and its institutional process extend to the source institutions of other orders. ഇനി വെബേഴ്സ് അപ്രോച്ച് ആണ് പറയുന്നത്. നമ്മൾ ആദ്യം കണ്ടത് മാക്സിയൻ അപ്രോച്ച് ആണ്, അതായത് മാക്സ് വെബറിന്റെ അപ്രോച്ച്. ഇനി വെബേഴ്സ് അപ്രോച്ച് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയുന്നത് മാക്സ് വെബർ പറയുന്നത് the ideal type of concepts can be used for theoretical advancement on sociology. These concepts are abstracted from the historical individual or a configuration of historical events over a period of time from which the sociologist constructed concepts by inspective understanding. അപ്പോൾ വെബേഴ്സ് അപ്രോച്ചിൽ നമ്മൾ ആദ്യം അടയാളപ്പെടുത്തേണ്ടത് വെബേഴ്സ് തിയറി ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ is based on comparative understanding of the typical manifestations of the principle of social stratification over a period of time. അപ്പോൾ വെബേഴ്സിന്റെ അഭിപ്രായത്തിൽ ഒരു ഐഡിയൽ ടൈപ്പ് ആയിട്ടാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കാണുന്നത്. അതുപോലെ തന്നെ അത് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഓവർ എ പീരിയഡ് ഓഫ് ടൈം അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളുക. ഒരു പീരിയഡ് ഓഫ് ടൈം ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കാണുന്നത്. പ്രത്യേകിച്ച് ക്ലാസ് സിസ്റ്റത്തെയാണ് വെബർ അദ്ദേഹത്തിന്റെ അപ്രോച്ചിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിട്ട് പ്രധാനമായിട്ട് കാണുന്നത്. അദ്ദേഹം ക്ലാസ് സിസ്റ്റത്തെ ഒന്നും വലിയ കാര്യമായിട്ട് പറയുന്നില്ല. The concepts are abstracted from the historical individual or a configuration of historical events over a period of time from which the sociologist constructed concepts by interpretive understanding. These concepts are not based on empirical induction from observed reality. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല, കാരണം മിഥ്യയുമായിരിക്കാം. നമ്മള് ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഒരു വിഭാഗം ആളുകൾ ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഒരു മിഥ്യാധാരണയാണ് അല്ലെങ്കിൽ ഒരു മിഥ്യാ രീതിയാണ്. കാരണം അത് നമുക്ക് പ്രായോഗികമായിട്ട് കാണാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ പറയുന്നത് these concepts are not based on the empirical induction from observed reality. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളുക. Thus, the ideal type of concepts are not real types, although they are derived from a certain understanding of reality. Weber believed that sociological theories do have explanatory significance, but still they did not have law-like power of generalization. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളുക. അപ്പം അദ്ദേഹം പറയുന്നത് പലതരത്തിലുള്ള ആളുകൾക്കും ഈ ഒരു നമ്മുടെ നിയമം വഴിയുള്ള ഒരു പരിരക്ഷയൊന്നും കിട്ടാറില്ല അല്ലെ. നമ്മുടെ ജാതി വ്യവസ്ഥയൊക്കെ നിലനിന്നിട്ട് അത് നിർത്തലാക്കിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ജാതിയുടെ പേരിലുള്ള അവഗണനകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ക്ലാസ്സിലുള്ള ആളുകൾക്ക്, ചില താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകൾക്ക് അവർക്ക് നിയമം മൂലമുള്ള ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊന്നും നമുക്ക് ചിലയിടത്ത് കിട്ടാറില്ല. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഡയലക്റ്റിക്കൽ അപ്രോച്ചിനെ കുറിച്ചാണ് പറയുന്നത്. വൈരുദ്ധ്യാത്മക സമീപനം എന്നാണ് ഇതിന് പറയുന്ന ഒരു മലയാളത്തിലുള്ള പേരെന്ന് പറയുന്നത്. വൈരുദ്ധ്യാത്മക സമീപനം, ഡയലക്റ്റിക്കൽ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ അത് കാൾ മാർക്സിന്റെ തിയറിയാണ് കേട്ടോ. ഡയലക്റ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം യൂസ് മോഡൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ കോൺസെപ്ച്വൽ കാറ്റഗറീസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളുക. ദ ഡയലക്റ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് കാൾ മാർക്സിന്റെ തിയറി ആണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ കോൺസെപ്ച്വൽ കാറ്റഗറീസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ പ്രൊഡക്ഷനെ കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. കാരണം ക്ലാസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ അവരുടെ രീതികൾ എന്ന് പറയുന്നതും പ്രൊഡക്ഷനും അതുപോലെ അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് റിലേഷൻസും ഒക്കെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദ നേച്ചർ ഓഫ് ലേബർ പവർ ആൻഡ് മീൻസ് ഓഫ് ടെക്നോളജീസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് commodities, the modes of production are primitive, feudal, and capitalist. The primitive mode was characterized by communal or collective mode of labor with the elementary tools as it the food gathering and hunting communities. At this stage, the situations of social stratification could not have evolved. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളാം. കാരണം നമ്മുടെ ഹണ്ടിങ്ങും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഒക്കെ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കൃഷിയൊക്കെ നടക്കുന്ന സമയത്തിൽ നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വളരെ വലുതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വളരെ മിതമായ രീതിയിലാണ് ബലമുള്ള ആളുകളെ മാത്രം നമ്മളൊരു ഉന്നത രീതിയിലേക്ക് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു സോഴ്സ് സ്ട്രാറ്റിഫിക്കേഷൻ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സോഴ്സ് സ്ട്രാറ്റിഫിക്കേഷൻ പറയുവാണെങ്കിൽ നമ്മൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കും, സാമൂഹികമായിട്ടുള്ള സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കും, എഡ്യൂക്കേഷൻ പരമായിട്ട് നമ്മൾ തരംതിരിക്കാറുണ്ട് ആളുകളെ. അതുപോലെ തന്നെ കുടുംബ മഹിമയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകൾ തരംതിരിക്കാറുണ്ട്, ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കാറുണ്ട്, അതുപോലെ തന്നെ പവറിന്റെ അടിസ്ഥാനത്തിൽ അതായത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ തരംതിരിക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ നമ്മുടെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ രീതിയിൽ പല രീതിയിലാണ് ആളുകളെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ തരംതിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ വർഗീകരണം, സാമൂഹിക വർഗീകരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സങ്കീർണമാണ്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പണ്ട് കാലഘട്ടത്തിൽ വളരെ നിസ്സാരമായ ഒരു വേർതിരിവായിരുന്നു ഉണ്ടായിരുന്നത്. ബലമുള്ള ആളുകളെ മാത്രം നല്ല രീതിയിൽ ഉയർന്ന തട്ടിലേക്ക് മാറ്റുന്നു, മറ്റുള്ള ആളുകളെ താഴ്ന്ന തട്ടിലേക്ക്. ആ ഒരു രീതിയിൽ ഒരു രീതിയിലുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മാത്രമേ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. The primitive mode was characterized by communal or collective mode of labor with the elementary tools as in the food gathering and hunting communities. At this stage, the institutions of social stratification could not have evolved. With the rise of feudalism, the institutional organs started developing. Accumulation of wealth and productive resources also developed. All these lead to the stratification in society, which feudal landlord or aristocrat at the top. The social strata also included the peasants, serfs, the trades, and artisans. Most these strata were attached to the estate of the feudal lord. Feudalism evolved in its own typical political, economic, social, and cultural institutions, which were mostly based on the principle of hereditary privileges and patrimonial authority. The feudal lord had a control of the means of productions, and this lead to be form of relationship between him and other social strata. അപ്പോൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത് നമ്മുടെ മാർക്സ് പറയുന്ന ഒരു ഘടകമാണ്. അപ്പൊ കാൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ ഫ്യൂഡൽ സൊസൈറ്റിയും നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ കൂടുതൽ ലാൻഡ് ഉള്ള ആളുകളെയാണ് നമ്മളൊരു ഫ്യൂഡൽ പ്രഭുക്കന്മാരായിട്ട് കണക്കാക്കുക. അപ്പം ഫ്യൂഡലിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പ്രഭുക്കന്മാരുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഭൂമി പാട്ടത്തിനടുത്താണ് ഫ്യൂഡലിസത്തിലൊക്കെ ആളുകൾ കൃഷി ചെയ്തിരുന്നത്. അപ്പൊ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാര് ഉയർന്ന തട്ടാണ് നിലനിന്നിരുന്നത്. ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കുക. ഇനി ദ റൈസ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് നമുക്കറിയാം മുതലാളിത്ത സമൂഹമാണ് അല്ലെ. മുതലാളിത്ത സമൂഹത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും നമ്മൾ ജാതിയുടെ അടിസ്ഥാനത്തിലോ മതത്തിന്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല പ്രധാനമായിട്ടും ആളുകളെ തരംതിരിക്കുന്നത്, പ്രത്യേകിച്ച് പണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് വന്നപ്പോഴാണ് ഈ പണത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിക്കാനായിട്ട് കൂടുതൽ ആരംഭിച്ചത്. The rise of capitalism with the development of technologies and social institutions made feudalism obsolete. The growth of the factors mode of production of commodities, larger scale migration of peasants and workers from the rural areas of the urban country centers, the accumulation of capital by expanded use of the market changed the social stratification. The capitalist entrepreneurs and the works class emerged, and antagonists
relationship rises between these two classes over work hours, wages and conditions of work. അപ്പോൾ ക്യാപിറ്റലിസം കൂടുതലായിട്ട് വന്നത് നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. ആ ഒരു കാലഘട്ടം വന്നപ്പോൾ ഫ്യൂഡൽ സൊസൈറ്റി പെട്ടെന്ന് തകരുകയാണ് ഉണ്ടായത്. കാരണം നമ്മൾ വ്യവസായത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പണം സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ഇടിവുണ്ടായി. ആളുകൾ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കീഴിൽ ആളുകൾ ജോലി ചെയ്തിരുന്ന ആളുകൾ കൂടുതലായിട്ട് നഗരങ്ങളിലേക്ക് വന്ന് അവര് വ്യവസായ സ്ഥാപനങ്ങളുടെ കീഴിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ രീതിയിൽ വന്നപ്പോൾ അതൊരു വർക്കിംഗ് ക്ലാസ്സസ് ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ക്യാപിറ്റലിസം ഒക്കെ മുതലാളിത്ത സമൂഹങ്ങളൊക്കെ ഉണ്ടായതും ക്ലാസസ് എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടായത് നമുക്ക് ഈ ഒരു തരത്തിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? അപ്പോൾ ഈ ക്യാപിറ്റലിസവും അതുപോലെ തന്നെ മാർക്സിയൻ കാൾ മാർക്സിന്റെ തിയറിയും അതുപോലെ തന്നെ വെർബിയൻ തിയറിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് കാണാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കുറച്ചുകൂടെ കൂടുതലായിട്ട്, ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ ഇതില്? അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ളതെന്ന് പറയുന്നത്, നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് പറയണം. സാമൂഹിക വർഗീകരണമാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമ്മൾ പല പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 3 സ്റ്റാറ്റസ്, വെൽത്ത്, പവർ. സ്റ്റാറ്റസും വെൽത്തും പവറും നമ്മളെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ സ്വാധീനിക്കുന്ന ചില പ്രിൻസിപ്പിൾസ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കാം. അതുകൂടാതെ വേണ്ടത് ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന്, ദ ഏജ് എസ്റ്റേറ്റ് സിസ്റ്റം, സ്ലേവ് സിസ്റ്റം, എസ്റ്റേറ്റ് സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം, റേസ് ആൻഡ് എത്നിസിറ്റി ഒക്കെ നമ്മുടെ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുള്ള പ്രത്യേക ടൈപ്പുകളാണ്. അതും പിന്നെ നമ്മൾ നോക്കേണ്ട വരണം ഒക്യുപ്പേഷണൽ തിയറിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. അപ്പം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിയറീസ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ വെർബറിയൻ അപ്രോച്ചും അതുപോലെ തന്നെ ഡയലക്റ്റിക്കൽ അപ്രോച്ച്. ഡയലക്റ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന ആരുടെ ആണ്? കാൾ മാർക്സിന്റെ ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റലിസം എന്താണെന്നും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാം. അതുപോലെ തന്നെ ഇത്തരം പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.